വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഷൂള ടാഗ് കാണിക്കാൻ പോവാണ്. ഷൂള ടാഗ് മീൻസ് നമ്മുടെയൊക്കെ നാട്ടിൽ +2 കഴിഞ്ഞാൽ പിന്നെ കോളേജൊക്കെ ആണല്ലോ. ഇവിടെ ഷൂളേന്ന് തന്നെയാണ് പറയണത്. ഷൂള മീൻസ് സ്കൂള്. അപ്പം എങ്ങനെയാണ് ഒരു ഷൂള ടാഗ്, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമ്മുടെ ബസ് വരികയാണ് ഗൈസ്. റെയിനി ഡേ. നല്ല ചുവന്ന നീ ചോപ്പോടെ കിട്ടിയേ 4 euro അല്ലേ. പക്ഷെ ഇതിന് വലിയ ബലം ഉണ്ടാവില്ല. 2 കാറ്റടിച്ചിട്ട് പറന്നു പോകും. അപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന ആരെങ്കിലും വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു കുട കൊണ്ടുവരണം. എന്റെ കയ്യിലുണ്ട്. കളയരുത്. ഇവളെല്ലാം കൊണ്ടുപോയി കളയും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാത്തേ. വാങ്ങിട്ട് 2 ദിവസമായി ആദ്യമായിട്ട് എടുക്കുന്നത്. പക്ഷെ മഴ ഇപ്പോഴല്ലേ. പിന്നെ നാട്ടിലെ പോലെ കൊടുങ്കാറ്റൊന്നും ഇവിടെ വരൂല്ലല്ലോ. പിന്നെ ഇവര് രണ്ടുപേരും വേറെ ക്ലാസ് ആണ്, ഞാൻ വേറെ ക്ലാസ് ആണ്. ക്ലാസ് ഒന്നും അങ്ങനെ അധികം കാണിച്ചുകൂടാ. അവിടെ തൊട്ട് ഇങ്ങനെ 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 ഇവിടം വരെ മലയാളികളാണ്. ഞാൻ വരെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഭൂരിപക്ഷം മലയാളികളാണ്. ഇവിടെ നമുക്ക് ഡാറ്റൻ ഷൂട്ട്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പരിപാടിയല്ല, ഇവിടെ ഡാറ്റൻ ഷൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ലൈക്ക് എല്ലാവരും അങ്ങനെ കാണിക്കാനൊന്നും പറ്റൂല. കൂടുതൽ ഈ ഷൂളേനെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മൾക്ക് പറ്റൂല. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ. ദിസ് ഈസ് ആ ജോക്കുട്ടൻ. ബോയ്ഫ്രണ്ട് ഇല്ലാത്തവർക്കുള്ള ബോയ്ഫ്രണ്ട് ആണ്. യാ കറക്റ്റ്. മഴ ഗൈനക്കോളജി എന്താന്ന് പറയാം. ഞങ്ങളെല്ലാവരും സെപ്പറേറ്റ് ടീമാക്കാൻ വേണ്ടിയിട്ട് ഇവരായിട്ട് ടീം. പക്ഷെ ആർക്കും നമ്മൾ പിരിക്കാൻ പറ്റില്ല. നമ്മൾ രണ്ടുപേരും. അപ്പം നമുക്കങ്ങനെ പൗസ് ആയിരിക്കുവാണ്. പൗസ് മീൻസ് ബ്രേക്ക്. ശരിക്കും 11:15 പക്ഷെ ഇന്ന് നമുക്ക് കുറച്ച് ആക്ടിവിറ്റി ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾക്ക് ലേറ്റായിട്ടാണ് ബ്രേക്ക് കിട്ടിയിരിക്കുന്നത്. യെസ്. ഈ സമയത്ത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യൂല. വെറുതെ വേണമെങ്കിൽ പുറത്ത് പോയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഗെയിം കളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വെറുതെ ഇരിക്കും, പിന്നെ ഫുഡ് കഴിക്കും. ഇതാണ് ഞങ്ങളുടെ ടോപ്പിക്. നമ്മൾ ചെയ്തത് കാണിച്ചു കൊടുക്കൂ. ഇതാണ് നമ്മൾ ചെയ്തത്. ഇനി ഓരോരുത്തരായിട്ട് നമ്മുടെ അടുത്തോട്ട് വരും ഇതിനെപ്പറ്റി പഠിക്കാൻ. നമ്മുടെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പോലെ ഓരോ ഗ്രൂപ്പും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോ ടീമിൻ്റെ അടുത്ത് പോയിട്ട് ഐൻകൗണ്ട് ചെയ്യണം, അത് ബൈ ചെയ്യണം, വാങ്ങിക്കണം. അപ്പോൾ ഓരോ അവരെഴുതിയ ഇൻഫർമേഷൻസ് നമ്മൾക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ടീമിൽ ഞാൻ പോയി, ഇപ്പോൾ അനുര പോയി. ഇപ്പോൾ എൻ്റെ അടുത്തോട്ട് ഓരോരുത്തർ ഞാൻ എഴുതിയതിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ ഞാനത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. നമ്മൾക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ നമുക്ക് ബ്രേക്കായി. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. 11:15 നമുക്ക് സെക്കൻഡ് ബ്രേക്ക്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ടാൻഡമാണ് ഗായ്സ്. ടാൻഡം മീൻസ് നമ്മൾ നമ്മുടെ ജൂനിയേഴ്സിന് നമ്മുടെ ഷൂളേനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണം. മലയാളി കുട്ടീനൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾക്ക് ഫുഡ് കഴിക്കേണ്ട ടൈമാണ്. ദിസ് ഈസ് ബിന്നി ജോർജ്. ദിസ് ഈസ് അശ്വതി ബാലസുബ്രഹ്മണ്യം. അപ്പം മര്യാദയ്ക്ക് കഴിക്കണേ. അതുപോലെയാണേ ഞാൻ വരുവേ. അപ്പം മര്യാദയ്ക്ക് കഴിക്കണം. അത് കഴിഞ്ഞോടെ ഒമ്മ കഴിക്കണം. ഓക്കെ, വൃത്തിക്ക് കഴിച്ചോ. ഞാൻ പോയി, ക്യാമറ പോയി. ഇനി കഴിക്കും മറ്റേ രീതിയിൽ കൈ. ഞാൻ എങ്ങോട്ടോ പോവാണ് ഗൈസ് ഇവരുടെ കൂടെ. ദിസ് ഈസ് ടിലു, ദിസ് ഈസ് ബിന്നി. ബ്രേക്കിന് നമുക്ക് ഇവിടെ വന്നിട്ട് കോഫി എടുക്കാം. എത്ര ഇടേണ്ടത്? സെൻറ്റ് 50 സെൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ ടാൻഡം പരിപാടിക്ക് പോവാണ്. ഒന്നുമില്ല, നമ്മുടെ പ്രാക്ടിക്കലിനെ പറ്റിയിട്ടും എങ്ങനെയാണ് നമ്മുടെ തിയറി ബ്ലോക്ക് വരുന്നത് അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മുടെ ജൂനിയേഴ്സ്, പുതിയ പിള്ളേർക്ക്.
മലയാളി ക്വസ്റ്റിനെ കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല, നോക്കാം. ഓൾറെഡി നമ്മുടെയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരാന്ന് ഇവിടെ നമ്മളിനി എല്ലാവരും ഇരിക്കും. എന്നിട്ട് ഓരോരോ ആൾക്ക് ഓരോരോ സ്റ്റുഡൻസിന്റെ വീതം കൊടുക്കും. ഇതെന്റെ വ്ളോഗിലിടാനാണ്. ഇതൊക്കെ നമ്മുടെ നമുക്കിപ്പോ ജർമ്മനിയിലോട്ട് ലാൻഡായ ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. പറയൂ, എന്താണ് ഇപ്പൊ എത്തിയപാട് പറയാനുള്ളത്? ബുദ്ധിമുട്ടാണ്. എങ്ങനെയുണ്ട് കാലാവസ്ഥ? നല്ല തണുപ്പുണ്ട്, പക്ഷെ ചൂടില്ല. ചൂടില്ല. ഇപ്പൊ നമ്മള് വിന്ററിലോട്ട് പോവുകയാണല്ലോ, ചെറിയ തണുപ്പുണ്ടല്ലേ. ഞങ്ങൾക്കിപ്പോ ജാക്കറ്റ് വേണ്ട, ഞങ്ങക്ക് ഇച്ചിരി ഒന്ന് ശീലമായല്ലോ. പിന്നെ ലാംഗ്വേജ് എങ്ങനെയുണ്ട്? ലാംഗ്വേജ് സ്റ്റാർട്ടിങ് ഭയങ്കര മോശമായിരുന്നു, ഒരു വക മനസ്സിലാവുണ്ടായില്ല. ഇപ്പൊ പതിയെ പതിയെ ഇംപ്രൂവ് ആയി വരുന്നു അല്ലേ? അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ക്ലാസ്സിന്റെ അവസ്ഥ കുഴപ്പമില്ല. ആദ്യമൊക്കെ ഇച്ചിരി ബോറിങ്, കാരണം ഒന്നും മനസ്സിലാവുണ്ടായില്ലല്ലോ. ഭയങ്കര ബോറിങ് ആയിരുന്നു. പിന്നെ രാവിലത്തെ ക്ലാസ് പിന്നെ കുഴപ്പമില്ല, ഉച്ചയ്ക്ക് ശേഷം കണ്ണ് തുറന്ന് ഉറങ്ങുന്നു. കൂടെ മലയാളികൾ ഉണ്ടല്ലേ? നമ്മൾ ഈ സ്കൂളിലോട്ട് വരുന്നതിൽ നമ്മുടെ കൂടെ മലയാളി ഏജൻസിയിൽ ഒരുമിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് അത്ര ഒരു കുഴപ്പമില്ല. പിന്നെ അധികം സ്കൂളേഴ്സിലും ഒരു മലയാളി സ്റ്റുഡൻസ് അങ്ങനെയൊക്കെയാണ്, അപ്പൊ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും അത്. ഓണത്തിന് നാട്ടിലായിരുന്നാ? ഓണത്തിന്റെ ഞാൻ ആ സമയം 30-ാം തീയതി ഇവിടെ എത്തി. ഏത് 30? ഓഗസ്റ്റ് 30 അല്ലേ? ആ ശരിയാ, ഞാൻ ഓണത്തിന് നാട്ടിലായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് വെക്കേഷൻ നാട്ടിൽ പോയിട്ട് വന്നായിരുന്നു. കൂടാൻ പറ്റില്ല. ഓണല്ലേ? ഇവിടെ നിങ്ങൾ ആഘോഷിച്ചില്ല? ഇവിടെ ഞങ്ങള് ഹാനോവർ മലയാളീസിന്റെ ഒരു പരിപാടിക്ക് പോയോ? അതിന് പോയി, അങ്ങനെ ആഘോഷം തീർത്തു, സങ്കടം മാറ്റി. പിന്നെ നമ്മൾ തന്നെ ഒരു ജില്ലയുള്ളത് കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ആഘോഷിക്കാം. ഞങ്ങൾ തന്നെ പുറത്തോട്ട് അധികം പരിപാടിക്ക് പോകാറില്ല, ഞങ്ങൾ തന്നെ ആഘോഷിക്കാറാണ് പതിവ്. ശരി. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോരോ കറി, ലാംഗ്വേജ് ഒക്കെ അങ്ങനെ ഓക്കെ ആയി വരും. എല്ലാം അറ്റ് ദി എൻഡ് നല്ലതാണല്ലോ. പിന്നെ പ്രാക്ടീസ് ഞാൻ തരാം. ഇത് 2 ജൂനിയേഴ്സ് ആണ്. നല്ല ഡൗട്ട് ക്ലിയർ ചെയ്യലാണ്. പക്ഷെ എന്നാലും ഒരുവിധം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ. അതെ, കുറച്ചുകൂടെ പൊക്ക്. അത് ഞാൻ ഇനി പോയിട്ട് തള്ളിക്കൊടുക്കുന്നത്. ചേച്ചിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ശരിയാ, ഞങ്ങൾ അതെ ഇനിയിപ്പോ ചേച്ചിക്ക് മൊത്തം ഇൻകം ആയിരിക്കും. ആകെ 100 ഫോളോവേഴ്സ് ഉണ്ട്. 100 ഫോളോവേഴ്സ് ഉണ്ടോ? ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. 5 മാസം കഴിയുമ്പോൾ മില്യനൊക്കെ അടിച്ചാൽ ഞങ്ങൾ പറയാലോ, ഞങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ചേച്ചി യൂട്യൂബ് ചാനൽ മലയാളികളില്ലാത്ത ജർമ്മനി. പുതിയ പിള്ളേരും കൂടെ വന്നപ്പോ ഇത് കേരളമായി, മിനി കേരളം. അങ്ങനെ നമ്മുടെ ടാൻഡം ഡേ കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ വിട്ടു, പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഡോയ്സ് കോഴ്സ് ഉണ്ട് 4 മണി വരെ. തിങ്കളാഴ്ച ഒരു 3/4 മണിക്കൂർ നമുക്ക് ഡോയ്സ് ക്ലാസ് ആണ്, ജർമ്മൻ ക്ലാസ്. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോവാം. ഈ മാസം കൂടിയല്ലേ ഉള്ളൂ ഡോയ്സ് കോഴ്സ്, ഇനി ഇല്ലല്ലോ. 2 ദിവസം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഡോയ്സ് കോഴ്സും ഇല്ല. അപ്പൊ തിങ്കളാഴ്ച നമുക്ക് ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാം.
നമ്മളെ ഡോയ്ഷ് ക്ലാസ് ഉണ്ടായിരുന്നു. ജർമ്മൻസ് അല്ലാത്ത പിള്ളേർക്ക് ഔസ്ലാൻഡേഴ്സിന് ജർമ്മൻ ക്ലാസ് ഞങ്ങൾ വന്ന ടൈമിൽ ഞങ്ങൾക്ക് വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ശരിക്കും ഞങ്ങൾക്ക് 11:15 വരെ ക്ലാസ് ഉള്ളൂ. അതിനുശേഷം 3 ദിവസം കുറച്ച് സമയത്തേന്. ഇപ്പം അത് പുതിയ പിള്ളേർ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് മൺഡേയിലോട്ടാക്കി. ഞങ്ങൾക്ക് ശേഷം ഇപ്പോൾ പിന്നെ 2 ബാച്ചാണ്. ഞങ്ങളിപ്പോൾ മൺഡേ ആകുമ്പം നമുക്ക് എത്ര വരിക 4 മണി വരെ, അതായത് 3:15 ക്ലാസ് കഴിഞ്ഞാൽ 3/4 മണിക്കൂർ അത്രയേ ഉള്ളൂ. വെറുതെ ചുമ്മാ ഡോയ്ഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ. എല്ലാവരും ഒരു ബൈ പറയൂ. ബൈ ഗൈസ്. പോയ പോലെ തന്നെ നമ്മൾ 2 ആൾക്കാരെ പരിചയപ്പെടുത്തും. നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. സേ ഹായ്. ഹായ്. Es ist Tatjana und Linda. Ja. Das ist Tatjana, ഇത് Linda. Ja. Linda മുടി ഇഷ്ടമായി. Wie viele Zeit brauchst du für das? Es ist ungefähr 4 Stunden. 4 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. Sprich auf Englisch. Aber wir verstehen nicht, was du sagst. Hast du das selbst gemacht? Nein, ich habe das nicht allein gemacht. Meine Kollegin, meine Freundin hat das gemacht. ഇവളുടെ ഒരു ഫ്രണ്ട് ഇത് ചെയ്തു എന്നാണ് അവള് Das പറയുന്നത്. habe ich gemacht. Ja. Ja, sie kann auch das machen. Ja, wirklich gut. ഇവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റുന്നാണ് അവർ പറയണത്. Ja. Kommen Sie auch, ich mache für Sie auch so, ja? നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നാ പറയണത്. ബൈ ബൈ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ കാണുന്നത്. നമ്മള് നെറ്റോല് പോവാണ്. ഇവിടെ കാറ്റാണ്. നമുക്ക് ഇവർക്ക് വിശക്കുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഞാൻ ഇതെടുത്ത് കഴിക്കാൻ, ഇവളും ഇതെടുത്തു. നിങ്ങൾ വാങ്ങിച്ചിട്ട് പോകുന്ന സാധനങ്ങൾ കണ്ടു. She's a cola addicted girl. Look here. You. ഞാനോ? Yes. ഞാൻ ഇവിടെ വന്നേക്കും. പേജ് ഇവളിത് എങ്ങോട്ടടി പടി. എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷൂളെ ടാഗ് വ്ളോഗ് നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. മൊയിലാളി വണ്ടി മൊയിലാളി. ബൈ ബൈ ബൈ.